വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 11ാമത്തെ ചാപ്റ്റർ ആവുന്നങ്ങളെ ലെറ്റ്സ് സേവ് ഫോർ ദ ഫ്യൂച്ചർ. സ്വരുക്കൂട്ടാം കരുതി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ അത് ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാം. കുഞ്ഞുങ്ങളെ കണ്ടവർ ബാക്കി കാണുക കേട്ടോ. ഇതിനകത്തുണ്ട്, ഇത് 2ാമത്തെ പാർട്ടാണ്. നമുക്ക് ഒരു പാർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഇത് തീരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ തരുന്നത് അന്നെന്നുള്ളത് അങ്ങ് പഠിക്കുക. ഇപ്പം ഞാനിപ്പോൾ സോഷ്യൽ മാത്രമല്ല, സയൻസ് ഇടുന്നുണ്ട്, മാത്സ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, വേറെ വിഷയങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കിട്ടുന്ന സമയത്തെല്ലാം ഓരോ ചാപ്റ്ററിൻ്റെ വെച്ചും ഓരോ വിഷയത്തിൻ്റെ എന്നും എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുന്നുണ്ടോ നിങ്ങളെ കേട്ടോ? മാത്സ് ഒക്കെ ആണെങ്കിൽ എല്ലാം എളുപ്പ വഴിയിലാണ്. ഒരു ക്ലാസ് എങ്കിലും കണ്ടവർക്ക് അതറിയാം. എൻ്റെ ചാനലിൽ മാത്സിൻ്റെ ഒരു ക്ലാസ് എങ്കിലും കണ്ടവർക്ക് അറിയാം. എല്ലാം എളുപ്പ വഴിയിലാണ് നിങ്ങളെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാത്സിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും കേട്ടോ. അപ്പോൾ 6ാമത്തെ ചാപ്റ്റർ ആണ് സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 11 ലെറ്റ്സ് സേവ് ഫോർ ദ ഫ്യൂച്ചർ. എഴുതിയെടുത്തവർ ബാക്കി എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. എഴുതാത്തവർ നോക്കിയേ. ഹാവ് യു ലിസൺഡ് ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ചിൽഡ്രൻസ്? വാട്ട് ആർ ദേ ടോക്കിംഗ് അബൌട്ട്? ടീച്ചറും കുട്ടികളും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എന്തിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്നാണ്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ടെസ്റ്റിൽ അത് ചോദിച്ചതുകൊണ്ട് എഴുതിയതാണ്. ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ദ ഇമ്പോർട്ടൻ്റ് ഓഫ് സേവിങ്സ് മണി ഇൻ എ ബാങ്ക്. അവർ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനെ കുറിച്ചും ബാങ്കിൽ പണം ലഭിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. 1ാമത്തെ കണ്ടോ, അവരെന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മളോട് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയത് കേട്ടോ. ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ദ ഇമ്പോർട്ടൻ്റ് ഓഫ് സേവിങ്സ് മണി ഇൻ എ ബാങ്ക്. അവർ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനെ കുറിച്ചും ബാങ്കിൽ പണം ലഭിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. 1ാമത്തെ ഒക്കെയാണോ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. അതുകൊണ്ട് നമ്മളത് എഴുതിയത്. അല്ലെങ്കിൽ എനിക്ക് ഇത് എഴുതേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം വരും. അപ്പം ടെസ്റ്റിലായതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, എന്താണ് ഈ ബാങ്കുകൾ? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ എന്താ ബാങ്ക് എന്ന് പറഞ്ഞില്ലേ, എന്ത് കുഞ്ഞുങ്ങൾ ഈ ബാങ്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ബാങ്കുകൾ എന്നാൽ എന്താണ്? വാട്ട് ഈസ് എ ബാങ്ക്? ബാങ്ക്സ് ആർ, നോക്കിക്കേ, അത് നമുക്ക് ഇങ്ങനെ എഴുതിയുണ്ട് കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ബാങ്ക്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് അക്സെപ്റ്റ് മണി ഫ്രം ദ പബ്ലിക് ആസ് ഡിപ്പോസിറ്റ്സ് ആൻഡ് പ്രൊവൈഡ് ലോൺസ് ടു ദോസ് ഇൻ നീഡ് ഫോളോവിങ് certain criteria. Banks are financial institutions that accept money from the public as deposits and provide loans to those in need following certain criteria. വായിക്കാനറിയാമല്ലോ. പൊതുജനങ്ങളിൽ നിന്ന് പണം നിക്ഷേപമായി സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായിട്ട് നൽകുകയും ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനങ്ങളാണോ നിങ്ങളെ ബാങ്കുകൾ എന്ന് പറയുന്നത്? എന്താണ്? പൊതുജനങ്ങളിൽ നിന്ന് പണം നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായിട്ട് നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത 2ാമത്തെ ചോദ്യം. ദ വേർഡ് ബാങ്ക്. ഇനി ഈ ബാങ്ക് എന്നുള്ള പദമൊക്കെ എവിടെ നിന്ന് വന്നത്? ഇത് ആരാ ഇതൊക്കെ ഇല്ലേ? നമ്മൾ ഏതൊരു വാക്ക് ഇട്ടില്ല, ഇതൊക്കെ ആരാ കണ്ടുപിടിച്ചില്ലേ? ഇതൊക്കെ ഇല്ലേ പഠിക്കാൻ സമയത്ത് നമ്മൾ പറഞ്ഞു ഇതൊക്കെ ആരാ കണ്ടുപിടിക്കുന്നത് അല്ലേ? ബാങ്ക് ആരാ? ദ വേർഡ് ബാങ്ക് ഇൻ ഇംഗ്ലീഷ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ്സ് ബാങ്ക, BANCA, ഇൻ ഇറ്റാലിയൻ ആൻഡ് ബാങ്ക്, QUE ആട്ടോ, BANQUE, ബാങ്ക് ഇൻ ഫ്രഞ്ച്. അതായത് ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക എന്നത് ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് എന്നീ പദങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് എന്ന വാക്കുണ്ടായത്. എവിടെ നിന്നാണ് ഈ ബാങ്ക് എന്ന പദം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക, BANCA, ബാങ്കായും ഫ്രഞ്ച് ഭാഷയിലെ BANQUE, അത് നമ്മൾ ബാങ്ക് എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ സ്പെല്ലിങ് വേറെയാണ്, BANQUE ആണ്. ഇത് ഫ്രഞ്ച് ഭാഷയാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ചേർന്നാണ് എന്താ എന്നീ പദങ്ങളിൽ നിന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് എന്ന വാക്കുണ്ടായത്. ബോത്ത് വേർഡ് മീൻസ് ബെഞ്ച്. ഈ 2 വാക്കുകളുടെയും അർത്ഥം ബെഞ്ച് എന്നാണ്. BANQUEയും BANCAയുടെയും വാക്കിൻ്റെ അർത്ഥം എന്താ നിങ്ങളെ? BENCH, ബെഞ്ച് എന്നാണ്. In the past, merchant used to lend money in the streets in Italy, accepting gold and silver in return. പണ്ട് ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണവും വെള്ളിയും ഒക്കെ ഈടായിട്ട് സ്വീകരിച്ച് വ്യാപാരികൾ പണം കടം കൊടുത്തിരുന്നു കേട്ടോ. പണ്ട് കാലത്തെ
അവരെന്ത് ചെയ്തു, ഇറ്റാലിയൻ തെരുവുകളിൽ ഇതിനു വേണ്ടി പ്രത്യേക ഒരു തെരുവൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ സ്വർണവും വെള്ളിയും ഒക്കെ ഇന്നത്തെ കൂട്ടം അത്രയും വിലയൊന്നും അന്നൊന്നും ഇതിനൊന്നും ഇല്ല കുഞ്ഞുങ്ങളെ. ഇന്നിപ്പോൾ എന്തോ ഗ്രാമിന് 14,000 ആയില്ലേ. ഇപ്പം പണ്ട് ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണവും വെള്ളിയും ഒക്കെ ഈടായിട്ട് സ്വീകരിച്ചിട്ട് വ്യാപാരികൾ അവർക്ക് പകരം പണം കടം കൊടുത്തിരുന്നു. ഇപ്പോഴും ഉണ്ടല്ലേ, പണയമൊക്കെ ഇപ്പോഴും ഉണ്ട് അല്ലേ. അപ്പം ഇതാണ് ബാങ്ക് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ്, എവിടെ നിന്നാണ് ഈ ബാങ്ക് എന്ന വാക്കുണ്ടായെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതണം കേട്ടോ. അടുത്ത നമ്മളോട് ചോദിച്ചേ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് took place in economic activities when the local financial institutions developed into banks? പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങൾ ബാങ്കുകളായിട്ട് വളർന്നപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് കേട്ടോ. അത് ഒരു നല്ലൊരു ചോദ്യമാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മൾ അപ്പുറത്ത് വശം എഴുതിയത് കൊണ്ട് പാടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. What are the changes that took place in economic activities when the local financial institutions developed in the banks? പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങൾ ബാങ്കുകളായിട്ട് വളർന്നപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? ഒന്ന് നോക്കിയേ. മോർ പീപ്പിൾ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ലോൺസ്. മോർ പീപ്പിൾ, കൂടുതൽ പേർക്ക് വായ്പ ലോണുകളൊക്കെ ലഭിക്കാൻ തുടങ്ങി. ദ ലെവൽ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഡിക്രീസ്ഡ്. ചൂഷണത്തിൻ്റെ അളവൊക്കെ അങ്ങ് കുറഞ്ഞു. ഹാബിറ്റ് ഓഫ് സേവിങ്സ് ഇൻക്രീസ്ഡ് എമംഗ് ദ പീപ്പിൾ. ജനങ്ങളിൽ സമ്പാദ്യശീലം വർദ്ധിച്ചു. അത് നല്ല ഒരു ക്വസ്റ്റ്യൻ ആട്ടോ ടെസ്റ്റിലെ. നമുക്ക് എന്താ, കൂടുതൽ പേർക്ക് അപ്പോൾ വായ്പ ലഭിക്കാൻ തുടങ്ങി അല്ലേ. അവിടെ എവിടെയൊക്കെ ബാങ്ക് വന്നതോടുകൂടി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇപ്പോൾ ഒന്നൊരു വീടിൻ്റെ പ്രമാണം വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾഡ് വല്ലതും വെച്ചിട്ടോ ഒക്കെ എന്താ നമുക്ക് വായ്പ അല്ലേ, ലോണൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എന്താ, നമുക്ക് ഈ ചൂഷണത്തിൻ്റെ അല്ലേ, എക്സ്പ്ലോയിറ്റേഷൻ അപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു. ജനങ്ങളിൽ സമ്പാദ്യശീലമൊക്കെ വർദ്ധിക്കാനും തുടങ്ങി കേട്ടോ. അടുത്ത, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാ നിങ്ങളെ? 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഏതാണെന്ന് ചോദിച്ചാൽ ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എസ്റ്റാബ്ലിഷ്ഡ് 1770 വാസ് ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണ് കേട്ടോ, ഇന്ത്യ. അപ്പോൾ കേരളത്തിൻ്റെ ബാങ്ക് ഏതാ? നമുക്ക് നമ്മുടെ നോക്കാം. ഇന്ത്യയുടെ ബാങ്ക് അല്ലെ, ഇന്ത്യയുടെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണെങ്കിൽ നമ്മൾ കേരളത്തിലല്ലേ താമസിക്കുന്നത്. കേരളത്തിൻ്റെ ആദ്യത്തെ ബാങ്ക് ഏതാ നിങ്ങളെ? 1899 കോഴിക്കോട് ആസ്ഥാനമാക്കി സ്ഥാപിതമായ നെടുങ്ങാടി ബാങ്കാണ് കേട്ടോ. ഏത് ബാങ്കാ? നെടുങ്ങാടി ബാങ്ക്. അപ്പു നെടുങ്ങാടിയാണ് ഈ സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത്. ഒരു വ്യക്തിയുടെയാണ് അല്ലേ, പ്രൈവറ്റ് ആണ് അല്ലേ, പ്രൈവറ്റ്. 1899 കോഴിക്കോട് ആസ്ഥാനമായിട്ട് സ്ഥാപിതമായ നെടുങ്ങാടി ബാങ്കാണ്. അപ്പു നെടുങ്ങാടിയാണ് ഈ സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത്. 6 ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ ആണോ? എൻ്റെ ഇംഗ്ലീഷ് ഉണ്ട്. ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള, ദ ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള വാസ് ദ നെടുങ്ങാടി ബാങ്ക്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1899 വിത്ത് ദി ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് കോഴിക്കോടാണ് കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് പറഞ്ഞായിരുന്നോ? കോഴിക്കോടാണ്. ദീസ് പ്രൈവറ്റ് ബാങ്ക് വാസ് ഫൗണ്ടഡ് ബൈ അപ്പു നെടുങ്ങാടി. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണെന്ന് നമ്മളോട് ചോദിക്കുക. അത് ഉറപ്പായത് അതിൻ്റെ ആസ്ഥാനം എവിടാണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഏതാ നിങ്ങളെ? 1935 സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് കേട്ടോ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, തിരിഞ്ഞു പോകല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് അപ്പു നെടുങ്ങാടി ബാങ്കാണ്. ഇത് നമ്മുടെ എന്താ, കേന്ദ്ര ബാങ്കാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് എന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1935 സ്ഥാപിക്കപ്പെട്ടതാണിത് കേട്ടോ. ഇതിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സിന് മുംബൈ. 8ാമത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാം? 4 മാർക്കിനും 5 മാർക്കിൻ്റെയൊക്കെ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങൾ, മേജർ ഫങ്ഷൻസ് ഓഫ് RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷോർട്ട് ഫോം ആവും നിങ്ങളെ RBI കേട്ടോ. നോക്കിക്കേ. ഇഷ്യൂ ആൾ കറൻസി നോട്ട് എക്സെപ്റ്റ് ദ 1 rupee നോട്ട്. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും റിസർവ് ബാങ്കാണ് അടിച്ചിറക്കുന്നത്. 1 രൂപ നോട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ കറൻസി നോട്ടുകളും അച്ചടിക്കുന്നത് RBI ആണ്.
കൺട്രോൾ ലോൺ, ഇത് വായ്പ നിയന്ത്രിക്കുന്നുണ്ട് RBI. നോൺ ആസ് ബാങ്കേഴ്സ് ബാങ്കിൽ നിന്നും നമ്മുടെ റിസർവ് ബാങ്കിനെ അറിയുന്നുണ്ട്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഫങ്ഷൻസ് ആസ് ബാങ്കർ ടു ദ ഗവൺമെന്റിന്റെ ബാങ്കായിട്ടും ഇത് പ്രവർത്തിക്കുന്നു. RBI എന്ന് പറയുന്നതിൻ്റെ മേജർ ഫങ്ഷൻ അല്ലെങ്കിൽ എന്താ പ്രധാന ധർമ്മങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പ്രധാനപ്പെട്ട പോയിന്റ് എഴുതി വെച്ചേക്കണം. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പിന്നെ ഇവിടെ കൺട്രോൾ ലോൺ, വായ്പ നിയന്ത്രിക്കുന്നുണ്ട്. ബാങ്കുകളുടെ ബാങ്ക് എന്ന് നമ്മുടെ RBI അറിയപ്പെടുന്നുണ്ട്. ഗവൺമെന്റിന്റെ ബാങ്കായിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. 8 ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചല്ലോ. 9ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ റീഡിംഗ് കാർഡ് ഇൻക്ലൂഡിംഗ് ദ ഡീറ്റെയിൽ ഓഫ് ദ റിസർവ് ബാങ്ക്. നമ്മൾ റിസർവ് ബാങ്ക് എന്ന് വെച്ചാൽ റിസർവ് ബാങ്കിന്റെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വായനാ കാർഡ്, റീഡിംഗ് കാർഡ് തയ്യാറാക്കാനായിട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആദ്യ ബാങ്കിന്റെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, എന്നാണ് ഇത് സ്ഥാപിച്ചത്? 1935 അല്ലേ. പിന്നെ ഇതിന്റെ ഫംഗ്ഷൻ ഇപ്പം നമ്മളൊരു 4 ഫംഗ്ഷൻ പഠിച്ചു, അതും കൂടി അതിൻ്റെ കൂടെ അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ആ കാർഡ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? അടുത്ത 10ാമത്തെ ചോദ്യം, പണം എന്നാൽ എന്താണ്? നമ്മളെല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ. പണം എന്നാൽ എന്താണ്? സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പകരമായി പൊതുവേ സ്വീകരിക്കുന്നത്, സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പകരമായിട്ട് പൊതുവേ നമ്മൾ സ്വീകരിക്കുന്നതിനെ വിളിക്കുന്ന പേരാവും നിങ്ങളെ പണം. എനിത്തിങ് ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ക്യാൻ ജനറലി ബി കാൾഡ് മണി. കേട്ടോ, ഒരു മാർക്കിനൊക്കെ ചോദിക്കാം എന്താണ് പണം. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ലിങ്കിലിട്ടത്. ഇനി 11ാമത്തെ ചോദ്യം ബാങ്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. നോക്കിക്കേ, ഇത് മുതലാണ് ഇനി നിങ്ങൾ എഴുതിയെടുക്കാനുള്ളത്. ഫങ്ഷനിങ് ഓഫ് ബാങ്ക്സ്. 154ാമത്തെ പേജിൽ ഞാനൊന്ന് കാണിക്കാം. 154ാമത്തെ പേജിൽ ഇവിടെ ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സംഭാഷണം ഒന്നും നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കണ്ട, എന്തുവാ എന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഫങ്ഷനിങ് ഓഫ് ബാങ്ക് എന്നാണ് നിങ്ങൾ എന്താണ് ഫങ്ഷനിങ് ഓഫ് ബാങ്ക്. നോക്കി അവിടെ ഫസ്റ്റ് കണ്ട് ഈ ആൾ പറഞ്ഞെന്താണെന്നറിയോ? വസ്തു വിറ്റ് കിട്ടിയ ഒരു 5 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറയുന്നത് കേട്ടോ, കാര്യം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് കാണാതെ പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. അദ്ദേഹം പറയുന്നത് എൻ്റെ വസ്തു കുറച്ച് വിറ്റ് എൻ്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ കയ്യിലുണ്ട്. അടുത്ത വർഷം മകളുടെ ഉന്നത പഠനത്തിനായിട്ട് എനിക്ക് ഈ തുക വേണ്ടി വരും. ഈ വർഷം എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അടുത്ത വർഷം എൻ്റെ മകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ 5 ലക്ഷം രൂപ വേണം. അതുവരെ ഈ പണത്തിൽ നിന്നും വരുമാനം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. മനസ്സിലായോ? അത് എന്താ? എനിക്കിപ്പോൾ വസ്തു വിറ്റ് എൻ്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ ഇരിപ്പുണ്ട്. അപ്പോൾ ആ 5 ലക്ഷം രൂപ ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല. അടുത്ത വർഷം എൻ്റെ മകളുടെ തുടർ പഠനത്തിനായിട്ട് എനിക്കത് വേണം. അപ്പം ഞാൻ ഈ പൈസ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് അതിൽ നിന്നും വരുമാനം ലഭിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ പലിശ കിട്ടും കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോൾ ഒരു വർഷത്തേക്ക് ഫിക്സഡ് ഈ 5 ലക്ഷം രൂപ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് 8% അല്ലെങ്കിൽ 10% അതിൻ്റെ പലിശ കിട്ടും. അപ്പം മുതലും പലിശയും കൂടെ നമുക്ക് അത്രയും കൂടെ നമുക്ക് കിട്ടും. നമ്മുടെ കയ്യിലിരുന്നാൽ ഒന്നും ആവത്തില്ല അല്ലേ. അപ്പോൾ ആ ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പലിശ കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ തൊട്ടപ്പുറത്ത് നോക്കിക്കേ, ഒരമ്മ നിപ്പുണ്ട് അല്ലേ. ഇവിടെ 2 പേരാണ്. അപ്പം ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വീടിന് 12 ലക്ഷം രൂപയാവും. ഒരു വീട് വാങ്ങാൻ പുള്ളിക്കാരി പ്ലാൻ ഇട്ട് നിൽക്കുക. പക്ഷെ ആ വീട് വാങ്ങാൻ ഒരു 12 ലക്ഷം രൂപയാകും. എൻ്റെ കൈവശം 5 ലക്ഷം രൂപയേ ആകെ ഉള്ളൂ. ആകെ എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയേ ഉള്ളൂ. 12 ലക്ഷം രൂപയുടെ വീടാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഐ വിൽ ടേക്ക്. നോക്കി ഇവിടെ ഉള്ളൂ. അപ്പോൾ 7 ലക്ഷം രൂപ എനിക്ക് കടമാണ് അല്ലേ. 5 ലക്ഷമുള്ള എൻ്റെ കയ്യിൽ മൊത്തം 12 അപ്പോൾ ഇനി 7 ലക്ഷം കൂടി കടമായിട്ട് വാങ്ങണം. 15 വർഷത്തിനകം തവണകളായിട്ട് ഞാൻ തിരികെ നൽകാം. മനസ്സിലായോ? 15 വർഷം കൊണ്ട് ഞാനത് തിരികെ 15 വർഷം കൊണ്ട് കുറേശ്ശെ അടച്ച് ഞാൻ തിരികെ നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഈ 2 സാഹചര്യങ്ങളും നിങ്ങളൊന്ന് നോക്കാനാണ്. ഇവിടെ അദ്ദേഹം ഡിപ്പോസിറ്റ് ചെയ്യാനാണ് 5 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് ഡിപ്പോസിറ്റ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. ഒരു വർഷം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. അപ്പോൾ ഈ അമ്മ പറയുന്നത് എനിക്ക് 7 ലക്ഷം രൂപയും കൂടി ഇനിയും വേണം. ബാങ്കിൽ നിന്ന് ഞാൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് കുറേശ്ശെയായിട്ട് ഒരു 15 വർഷത്തിനുള്ളിൽ കുറേശ്ശെയായിട്ട് അടയ്ക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടോ നിങ്ങളെ? ഇവർ ഒബ്സർവ് ബോത്ത് ദ സിറ്റുവേഷൻസ്, വാട്ട് ആർ ദ നീഡ് ഓഫ് ബോത്ത് ദ ഇൻഡിവിജ്വൽസ്. അങ്ങനെ ഒരു ചോദ്യം ഇവിടെ കൊടുത്തുകൊണ്ടാണ് ഞാനത് വായിച്ചത്. അതായത് ഇവർ 2 സാഹചര്യങ്ങളും നമ്മളൊന്ന് നോക്കാൻ, ഒരാൾ കൊണ്ടിടാനും ഒരാൾ എടുക്കാനും ഉള്ളതാണ് അല്ലേ.
ഈ രണ്ട് വ്യക്തികളുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മളുടെ ഒരു ചോദ്യമായിട്ട് ചോദിക്കേണ്ട. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തതുകൊണ്ടാണ് നമ്മൾ അത്രയും പറഞ്ഞത്. എന്താ നോക്കിക്കേ, ഇവിടെ രണ്ട് സാഹചര്യങ്ങളും പരിശോധിക്കൂ. രണ്ട് വ്യക്തികളുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഒബ്സർവ് ബോത്ത് ദ സിറ്റുവേഷൻസ്. വാട്ട് ആർ ദ നീഡ്സ് ഓഫ് ബോത്ത് ദ ഇൻഡിവിജ്വൽസ്. ഫസ്റ്റ് ഇൻഡിവിജ്വൽസ് നീഡ് എ സേഫ് പ്ലേസ് ടു ഡിപ്പോസിറ്റ് 5 lakh rupees ടു ഏൺ ഇൻകം അണ്ടിൽ നെക്സ്റ്റ് ഇയർ. അല്ലേ, ആദ്യത്തെ ആൾ പറഞ്ഞ ചോദ്യം കേട്ടോണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വ്യക്തിക്ക് അടുത്ത വർഷം വരെ വരുമാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വർഷം കൊണ്ട് പ്രയോജനമില്ല, അപ്പോൾ അടുത്ത വർഷം മതി. അടുത്ത വർഷം വരെ വരുമാനം ലഭിക്കാൻ 5 ലക്ഷം രൂപ നിക്ഷേപിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലം അദ്ദേഹത്തിന് ആവശ്യമാണ്. അല്ലേ, അതുകൊണ്ടാണ് അദ്ദേഹം ബാങ്ക് സെലക്ട് ചെയ്തത്. എന്നാൽ സെക്കൻഡ് ഇൻഡിവിജ്വൽസ് നീഡ് എ ലോൺ ഓഫ് 7 lakh rupees ടു ബൈ എ ഹൗസ്. രണ്ടാമത്തെ വ്യക്തിക്ക് വീട് വാങ്ങാൻ 7 ലക്ഷം രൂപ വായ്പ ആവശ്യമാണ്. അപ്പോൾ ബാങ്കിൽ നിന്നും വായ്പ എടുക്കാൻ രണ്ടാമത്തെ വ്യക്തിക്ക് ആവശ്യമാണ്. ഒന്നാമത്തെ വ്യക്തിക്കോ അതൊന്ന് പൈസ സേഫായിട്ട് കൊണ്ടിടുകയും വേണം. അതിൽ നിന്നും ഇൻട്രസ്റ്റ് ലഭിക്കുകയും വേണം. അപ്പം രണ്ടുപേരും രണ്ട് രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതായത് ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് എന്ന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. അതായത് വ്യക്തികളുടെ ഇത്തരം ആവശ്യങ്ങൾ സാധ്യമാകുന്നത് ബാങ്കുകളാണ് കുഞ്ഞുങ്ങളെ. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ലാൻഡ് അല്ലെ, ഭൂമി പ്ലെഡ്ജ് പണയം വെച്ചിട്ടോ അല്ലെ, വ്യക്തികളുടെ ഇത്തരം ആവശ്യങ്ങൾ സാധ്യമാക്കുന്നത് ബാങ്കുകളാണ് കേട്ടോ. നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളായിട്ട് ബാങ്കുകളാണ് നിലനിൽക്കുന്നത്. പൊതുവായിട്ട് പൊതു നിയമാവലിയുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ബാങ്ക് നോക്കിക്കേ, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഡിപ്പോസിറ്റേഴ്സും ബോറോവേഴ്സും ഓക്കെ. ഡിപ്പോസിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട് അല്ലെ. ഇൻഡിവിജ്വൽസ് എന്ന് വെച്ചാൽ വ്യക്തികളാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ്ഥാനങ്ങൾ അല്ലെ, സ്ഥാപനങ്ങൾ. ഗവൺമെന്റ് തന്നെ, സർക്കാർ അല്ലെ. ഈ മൂന്നെണ്ണവും ബാങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇവർ കൊണ്ടുവന്ന് നിക്ഷേപങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ, നിക്ഷേപിക്കുന്നുണ്ട്. അതുപോലെ ഇവര് ഈ ബാങ്കിൽ നിന്ന് റിട്ടേൺ ഡിപ്പോസിറ്റ് വിത്ത് ഇൻട്രസ്റ്റ്, നിക്ഷേപങ്ങൾ പലിശയോടുകൂടി തിരിച്ചു നൽകുന്നുമുണ്ട്. ഈ ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റ് ഇവരെന്ത് ചെയ്യുന്നു, ബാങ്കിൽ ഡിപ്പോസിറ്റും ചെയ്യുന്നുണ്ട്. ആ ബാങ്കിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, തിരിച്ചെന്ത് ചെയ്യുന്നു, നിക്ഷേപങ്ങൾ പലിശയോടുകൂടി അവർ തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പൈസ എത്ര ഇടുന്നതോ അതിൻ്റെ ഇത്ര % പലിശയുണ്ടെന്ന് നമ്മൾ ഇടുമ്പം തന്നെ നമ്മളോട് ആ ബാങ്ക് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയും അല്ലേ. അതുപോലെ തന്നെ ബോറോവേഴ്സ് എന്ന് വെച്ചാൽ വായ്പ സ്വീകരിക്കുന്ന ആളിനെയാണ് ബോറോവേഴ്സ് എന്ന് പറയുന്നത്. ഈ വായ്പ അല്ലെ, ലോൺ ആരാണോ സ്വീകരിക്കുന്നത് അവരെയാണ് ബോറോവേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നോക്കൂ നിങ്ങൾ, ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റ്സ് അല്ലെ. ഈ ബാങ്കിൽ നിന്നും ഇവർക്കെല്ലാം എന്ത് ചെയ്യുന്നു, ലോണുകൾ കൊടുക്കുന്നുണ്ട്. ബാങ്കുകൾ വഴി ഗിവ് ലോൺസ് അല്ലെ, ലോണുകൾ നൽകുന്നുണ്ട്. അവരോ ഈ ലോണ് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, വായ്പകൾക്ക് പലിശ തിരിച്ച് മേടിക്കുന്നുണ്ട്. മനസ്സിലാക്കണേ, റീപേ ലോൺസ് വിത്ത് ഇൻട്രസ്റ്റ്. ഇങ്ങനെ നോക്കുന്നില്ല, ഇവിടെ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരുകളുമാണ്. ഇവര് ബാങ്കിൽ പൈസ ഉണ്ടല്ലോ. ഇടുമ്പോൾ ഈ ബാങ്കുകാർ അവർക്ക് പലിശ കൊടുക്കുന്നുണ്ട്. പൈസ കൊണ്ടിടുമ്പോൾ ബാങ്കുകാർ അവർക്ക് പലിശ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇത്രയും പേരും ബാങ്കിൽ നിന്നും ലോൺ ഉണ്ടല്ലോ. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അവരിൽ നിന്ന് ഈ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, വായ്പകൾ പലിശയോടെ തിരിച്ച് മേടിക്കുന്നത്. ഇതിൻ്റെ എടുക്കുന്ന പൈസയുടെ പലിശ തിരിച്ച് മേടിക്കുന്നുമുണ്ട്. മനസ്സിലാക്കണേ. അപ്പോൾ ഡിപ്പോസിറ്റേഴ്സും ബോറോവേഴ്സും അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിക്ഷേപകരും വായ്പ സ്വീകരിക്കുന്നവരും എന്നാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒന്ന് എഴുതാനുണ്ട്. ഒന്ന്, the entities that place money into the bank. ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ദ ടെക്സ്റ്റ് ആൻഡ് ഡയഗ്രാം ഷോ ദീസ് ആർ ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ ഗവൺമെന്റ്. ഇപ്പം നമ്മൾ ഈ മേളിൽ പടം തന്നിരിക്കുന്ന അതാ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ഇത്രയും ഗഗനമായിട്ട് എഴുതേണ്ട കാര്യമില്ല സത്യത്തിൽ. ഡിപ്പോസിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരൊക്കെയാണ്, ഇപ്പം നമ്മൾ പറഞ്ഞ 3 പേരുവാ അല്ലേ. ആരൊക്കെയാ, പിന്നെ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും അല്ലേ.
അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ് ഇതവിടെ ഡിപ്പോസിറ്ററാണ്, അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബോറോവേഴ്സ് എന്ന് ചോദിച്ചാലും എന്താവും നിങ്ങൾ, ബോറോവേഴ്സും ഇവർ തന്നെയാണ് അല്ലേ, സർക്കാർ, വ്യക്തികളും സ്ഥാപനങ്ങളും. അപ്പോൾ ഇത് ഇത്ര എഴുതിയാലും തന്നെ ഇതിൻ്റെ ആൻസറാണ്. കാരണം ഇവരെന്താണ്, കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ വ്യക്തികളും സർക്കാർ സ്ഥാപനങ്ങൾ ഡിപ്പോസിറ്ററാണ് അല്ലേ, നിക്ഷേപിക്കുന്നവരാണ്. അതുപോലെ തന്നെ എന്താ, ബോറോവേഴ്സ് വായ്പ സ്വീകരിക്കുന്നതും ഇവർ 3 പേരും തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ് അവിടെ എഴുതിയാൽ മാത്രം മതി. പിന്നെ കൂടുതലായിട്ട് വേണ്ടുന്നവർക്കാണ് മറ്റേ പോയിന്റ് എഴുതേണ്ടത് കേട്ടോ. ഇതിൻ്റെ ആവശ്യമുള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യം. അതിൻ്റെ തൊട്ട് താഴെ ബാങ്കറിനെ കുറിച്ചാണ്. ആരാണ് ഈ ബാങ്കർ? അപ്പോൾ അവിടെ ഒരു സെൻറ്റൻസ് ഞാൻ വായിച്ചെങ്ങ് പോകാം. ഇവിടെ ബാങ്ക്സ് അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെൻറ്. ദ ബാങ്ക് റിട്ടേൺസ് ദ ഡിപ്പോസിറ്റ് വിത്ത് ഇൻട്രസ്റ്റ് ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ്. ദ ബാങ്ക് ലെൻഡ്സ് മണി ടു ദ നീഡി ഫ്രം such deposits. The borrowers repay this amount to the bank with interest. The banker is a person or establishment ദാറ്റ് ക്യാരീസ് ഔട്ട് ദ ബാങ്കിങ് ബിസിനസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വ്യക്തികൾ, അതുപോലെ സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവരിൽ നിന്നും ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു അല്ലേ. നമ്മൾ മേളിൽ പറഞ്ഞതാണ്, ഇവരിൽ നിന്നും എന്താണ്, അവർ നിക്ഷേപങ്ങൾ, ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. ഈ നിക്ഷേപങ്ങൾ നിശ്ചിത കാലത്തിന് ശേഷം പലിശയോടുകൂടി ബാങ്ക് അത് തിരികെയും നൽകുന്നു അല്ലേ. ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നാണ് ബാങ്ക് ആവശ്യക്കാർക്ക് പണം വായ്പയായിട്ട് നൽകുന്നത്, അവർക്ക് ആവശ്യമുള്ള പണം വായ്പയായിട്ട് നൽകുന്നത്. ഇങ്ങനെ വായ്പ സ്വീകരിക്കുന്നവരെ, നമ്മൾ ഈ വായ്പ ബോറോവേഴ്സ്, വായ്പ സ്വീകരിക്കുന്നവർ പലിശയോടുകൂടി ഈ തുക ബാങ്കിന് തിരികെ നൽകുന്നു. പലിശയോടുകൂടി ഇത് തിരിച്ച് ബാങ്കിന് നൽകുന്നു. ഇങ്ങനെ ബാങ്കിങ് വ്യവസായം നടത്തുന്ന ഇവിടെ ബാങ്കർ ഈസ് എ പേഴ്സൺ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലേ. വ്യവസായം നടത്തുന്ന വ്യക്തിയെയോ സ്ഥാപനത്തിനെയോ നമ്മൾ ബാങ്കർ എന്നാണ് പറയുന്നത്. ദ ബാങ്കർ ഈസ് എ പേഴ്സൺ. ഒന്നുകിൽ എന്താണ്, അതൊരു വ്യക്തി, അല്ലെങ്കിൽ അതൊരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു സ്ഥാപനം കേട്ടോ. അതൊരു ചോദ്യവും ഞാൻ അത് പ്രത്യേകിച്ച് പറഞ്ഞത്. ബാങ്കർ എന്നാൽ എന്താണ്, ബാങ്ക് എന്താ, വ്യവസായം നടത്തുന്ന ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്കർ എന്ന് പറയുന്നത്. അതാ ക്വസ്റ്റ്യൻ. ദ ബാങ്കർ ഈസ് എ പേഴ്സൺ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ക്യാരീസ് ഔട്ട് ദ ബാങ്കിങ് ബിസിനസ്. ബാങ്കിങ് വ്യവസായം നടത്തുന്ന വ്യക്തിയെയോ സ്ഥാപനത്തെയോ ആണ് നമ്മളെന്താ ബാങ്കർ എന്ന് വിളിക്കുന്നത്. 14ാമത്തെ ചോദ്യം. ബാങ്ക്സ് ആർ ദ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത് വെച്ചാൽ, ഇന്റർമീഡിയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അവിടെ മധ്യവർത്തിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടനിലക്കാരെന്നൊക്കെ പറയത്തില്ലേ, ഇന്റർമീഡിയറീസ് എന്നാട്ടോ. ഇന്റർമീഡിയറീസ് ബിറ്റ്വീൻ ഡിപ്പോസിറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്. അത് നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യം അല്ലേ. ബാങ്കുകൾ നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും ഒരു മധ്യവർത്തികളാണ്. ഈ പ്രസ്താവനകളെ നിങ്ങളൊന്ന് സാധൂകരിക്കുമെന്നാണ്. ബാങ്കുകൾ എന്ന് പറയുന്നത് നിക്ഷേപകരുടെയും അല്ലേ, നിക്ഷേപർ എന്ന് വെച്ചാൽ ഡിപ്പോസിറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ വായ്പ സ്വീകരിക്കുന്നവരുടെയും ബോറോവേഴ്സിൻ്റെയും ഒരു മീഡിയേറ്റർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, മീഡിയേറ്റർ, അതാ ഇന്റർമീഡിയറീസ് ആണെന്ന് പറയുന്നത്. എന്താണ്, ബാങ്ക്സ് ആക്ട് ആസ് ഇന്റർമീഡിയറീസ് ബൈ അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് യൂസിങ് ദോസ് ഫണ്ട് ടു പ്രൊവൈഡ് ലോൺ ടു ബോറോവേഴ്സ്. അത്രയും മതി ചോദ്യങ്ങൾ, അതിൻ്റെ അത്രയേ ഉള്ളൂ. അതായത് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ട് ആ ഫണ്ടുകൾ ഉപയോഗിച്ച് വായ്പക്കാർക്ക് വായ്പ നൽകുന്നതിലൂടെ ബാങ്കുകൾ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പം നമ്മൾ വായിച്ചതാ അല്ലേ, എന്താണ്, ബാങ്ക്സ് ആക്ട് ആസ് എ ഇന്റർമീഡിയറീസ് ബൈ അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് യൂസിങ് ദോസ് ഫണ്ട് ടു പ്രൊവൈഡ് ലോൺസ് ടു ബോറോവേഴ്സ്. പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ട് ആ ഫണ്ടുകൾ അതെടുത്തിട്ട് ആ ഫണ്ടുകൾ ഉപയോഗിച്ച് ഈ വായ്പക്കാർക്ക് വായ്പ നൽകുന്നതിലൂടെ ബാങ്കുകൾ അവിടെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു ചോദ്യം ടെസ്റ്റിൽ കിടപ്പുണ്ട്, അതൊന്ന് എഴുതിയെടുത്തോണേ. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനും ആൻസറും കൂടെ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ആൻസറും കൂടെ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ്റെയും കേട്ടോ ബോക്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് 155ാമത്തെ 1 മാർക്കിൻ്റെ ചോദ്യമാവും നിങ്ങളേത്. വാട്ട് ആർ ദീസ് അഡ്വർടൈസ്മെൻറ്റ് കോമൺലി റെഫർ ടു? ഈ പരസ്യങ്ങൾ പൊതുവായിട്ട് പരാമർശിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? അതായത് 155ാമത്തെ പേജിൽ ഇതാവും നിങ്ങൾ. ഇവിടെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഹൗസിംഗ് ലോൺസ്, ഇൻട്രസ്റ്റ്. ഇവിടെ ആണെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണെങ്കിൽ 7.5% ഇൻട്രസ്റ്റ് ഉണ്ട്.
നമ്മൾ 5 ലക്ഷം രൂപ കൊണ്ടുവന്ന് 5 വർഷത്തേക്ക് ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഫിക്സഡാ, ഇത്ര ഒരു ഇപ്പോൾ എന്താ ഈ മാർച്ച് തൊട്ട് 5 വർഷം കഴിഞ്ഞിട്ടുള്ള മാർച്ച് വരെ ഒരു ഡേറ്റ് ഉണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ ഇടുമെങ്കിൽ ഈ 7.5 വെച്ച് നമുക്ക് ആ വർഷം മേടിക്കാവുന്ന. ഇനി ഹൗസിംഗ് ലോൺ ഉണ്ട്, അതിന് 12%. നമുക്ക് ലോൺ എടുക്കുമ്പോൾ നമ്മൾ 12% വെച്ച് നമ്മൾ അടഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഇതൊക്കെ കേൾക്കാൻ രസമല്ലേ, ഇതിലൊക്കെ ചെന്ന് പെടുമ്പോൾ അറിയാം അല്ലേ. ഒരു 1-2 ദിവസമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് നീങ്ങുമ്പോഴേ ഇതൊക്കെ പലിശയല്ലേ, അത് കൂടി 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 നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നില്ലേ, പലിശ, വീടിൻ്റെ ലോൺ അടയ്ക്കാൻ പറ്റാതെ അല്ലേ ബുദ്ധിമുട്ടുന്ന ഒരുപാട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മളിനി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. അപ്പം അതിന് മുമ്പിൽ വല്ലതും ഉണ്ടോ? പേജ് നമ്പർ 15 ഇപ്പം നമ്മൾ പറഞ്ഞത്. 16 നോക്കൂ നിങ്ങളെ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. എക്സാമിൻ ദ പിക്ചർ ഗിവൺ എബോവ് ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഹയർ ഫോർ ഡിപ്പോസിറ്റ് ഓർ ലോൺസ്, ഡിസ്കസ് വൈ. മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ അനുസരിച്ച് നിക്ഷേപത്തിനാണോ വായ്പയ്ക്കാണോ പലിശ കൂടുതൽ, എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഒരു ചോദ്യം ഉണ്ട്, ഈ ബോക്സിനകത്തുള്ളൊരു ചോദ്യം തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച്. അപ്പോൾ ഇവിടെ മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ, ആ തന്നിരിക്കുന്ന ചിത്രത്തിൽ അതിൻ്റെ നിക്ഷേപത്തിനാണോ, നിക്ഷേപിക്കുക ഡിപ്പോസിറ്റിനാണോ അതോ വായ്പയ്ക്കാണോ പലിശ കൂടുതൽ അവിടെ നമ്മൾ കണ്ടത്? ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആർക്കാ കൂടുതൽ? ഡിപ്പോസിറ്റ് ചെയ്യുന്നാൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണെങ്കിൽ 7.5% ഉള്ളൂ. പക്ഷേ നമ്മൾ ലോൺ അവിടെ ചെന്ന് എടുത്താലോ 12% ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കിക്കേ, ദർ ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് ആൻഡ് ലോൺസ്. ഉണ്ട്, അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. കണ്ടോ, നോക്കിയേ, കണ്ടോ. ദർ ഈസ് എ ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് ആൻഡ് ലോൺസ്. നിക്ഷേപത്തിനും വായ്പയ്ക്കും രണ്ടിനും പലിശയുണ്ട് കേട്ടോ. നമ്മൾ നിക്ഷേപിച്ചാലും നമ്മൾ അങ്ങോട്ട് കൊണ്ടിട്ടാലും നമ്മൾ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാലും രണ്ടായാലും പലിശയുണ്ട്. പിന്നെയോ, ദ ബാങ്ക് ചാർജ് എ സർട്ടൺ എമൗണ്ട് ആസ് ഇൻട്രസ്റ്റ് ഫ്രം ദ പീപ്പിൾ ഹു ടേക്ക് ലോൺസ്. വായ്പ എടുക്കുന്നവരിൽ നിന്ന് ബാങ്ക് ഒരു നിശ്ചിത തുക പലിശയായിട്ട് ഈടാക്കുന്നുണ്ട്. നമ്മൾ വായ്പ എടുത്താൽ ബാങ്കുകാർ ഒരു നിശ്ചിത തുക അതിനകത്തിൽ പലിശയായിട്ട് നമുക്ക് ഈടാക്കും. ഫ്രം ദീസ് ദ ബാങ്ക് ഫൈൻഡ് ദ എമൗണ്ട് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻസ് ആൻഡ് പേസ് ഇൻട്രസ്റ്റ് ടു ദോസ് ഹു ഡിപ്പോസിറ്റ് മണി ഇൻ ദ ബാങ്ക്. ഇതിൽ നിന്നാണ് ബാങ്കിന്റെ പ്രവർത്തനത്തിലുള്ള തുക കണ്ടെത്തുന്നതും കൂടാതെ പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ നൽകുന്നതും. മനസ്സിലായോ? അവർക്ക് പലിശ, ഇപ്പം ഞാൻ കൊണ്ട് 5 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ 5 ലക്ഷത്തിന് എനിക്ക് പലിശ തരണ്ടേ? അപ്പോൾ അത് അവിടെ ബാങ്കുകാർ എവിടുന്നാണ് എടുത്തുകൊണ്ട് തരുന്നത്? എവിടുന്നാ? ഞാനിപ്പോൾ 5 ലക്ഷം കൊണ്ട് ഒരു വർഷത്തേക്ക് ഇടുവാന്ന് വെച്ചു, എനിക്ക് ഈ 1 വർഷം കഴിയുമ്പോൾ എനിക്ക് അതിൻ്റെ മുതലും പലിശയും തരണ്ടേ, പലിശ തരണ്ടേ? ആ പലിശ ബാങ്കുകാർ എവിടുന്നാണ് തരുന്നത്? അപ്പോൾ അതെന്താ, ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പോകും, ബാങ്കിൽ നിന്ന് പൈസ അങ്ങോട്ട് കൊണ്ടുപോകുമല്ലോ, ലോണൊക്കെ എടുത്തുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ അവരെന്ത് കൊടുക്കും? അവർ കൊടുക്കുന്ന പലിശയാണ് നമുക്ക് തരുന്നത് കേട്ടോ. മനസ്സിലായോ? അവരെങ്ങോട്ട് കൊടുക്കുന്ന പലിശ ഉണ്ടല്ലോ, നമ്മൾ എടുത്തുകൊണ്ട് പോയ പൈസയുടെ പലിശ അടയ്ക്കണമല്ലോ അല്ലേ, അതാണ് നമുക്ക് അവരെന്ത് തരുന്നത്? ആ ഇൻട്രസ്റ്റ് ആയിട്ട്, അതായത് പലിശയായിട്ട് നമുക്ക് തരുന്നത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ, അടുത്തത് എന്താണ് ബാങ്ക് അക്കൗണ്ട് എന്നാൽ എന്താണ്? അടുത്ത നമ്മൾ ബാങ്ക് അക്കൗണ്ട്, നമുക്കൊരു ബാങ്കിൽ പോയി അക്കൗണ്ട് എടുക്കാം. എ ബാങ്ക് അക്കൗണ്ട് ഈസ് ആണ് അറേഞ്ച്മെന്റ് ഫോർ മേക്കിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ എ ബാങ്ക് ആൻഡ് എ കസ്റ്റമർ. ബാങ്ക് അക്കൗണ്ട് എന്നാൽ എന്താണെന്ന്, നമ്മുടെ ബാങ്കും ഇടപാടുകാരനും, അതായത് ഇവിടുത്തെ ഉപഭോക്താവ് അല്ലെങ്കിൽ അതാ കസ്റ്റമർ അല്ലേ, ബാങ്കും ഇടപാടുകാരനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നതിനുള്ള ക്രമീകരണമാണ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പാഠത്തിൽ. ബാങ്ക് അക്കൗണ്ട് എന്നാൽ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഈസ് അറേഞ്ച്മെന്റ് ഫോർ മേക്കിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ എ ബാങ്ക് ആൻഡ് എ കസ്റ്റമർ. ബാങ്കും ഇടപാടുകാരനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നതിനുള്ള ക്രമീകരണമാണ് നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. 17 ഓക്കെയാണോ? 18 ചോദ്യം, ഒരു അക്കൗണ്ട് തുറക്കുന്നതിനായിട്ട് പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ബാങ്കിൽ നമ്മൾ സമർപ്പിച്ച രേഖകൾ എന്തൊക്കെയാണ്? നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂരിപ്പിച്ച് ഒരു പേപ്പറിനകത്ത് പൂരിപ്പിച്ച് നമ്മൾക്ക് കൊടുക്കാൻ പറയും അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തത്? ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കണം, നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും കൊടുക്കണം അല്ലേ. എ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആൻഡ് എ കോപ്പി ഓഫ് ദി ആധാർ കാർഡ്. വാട്ട് ആർ ദ ഡോക്യുമെന്റ് ദാറ്റ് വെയർ സബ്മിറ്റഡ് ടു ദ ബാങ്ക് അലോങ് വിത്ത് ദ ഫിൽഡ് ഇൻ ആപ്ലിക്കേഷൻസ് ടു ഓപ്പൺ ആൻ അക്കൗണ്ട് അല്ലേ. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. നമ്മൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് തുറക്കണമെങ്കിൽ നമ്മൾ ആ അപേക്ഷയോടൊപ്പം എന്ത് കൊടുക്കണമെന്ന്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊടുക്കണം, നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും കൊടുക്കണം കേട്ടോ. അടുത്ത എന്താ ഈ പാസ്ബുക്ക്. നമുക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു പാസ്ബുക്ക് തരും. എന്താണ് ഈ പാസ്ബുക്ക്? എ പാസ്ബുക്ക് ഈസ് എ സിസ്റ്റം ഫോർ റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ എ ബാങ്ക് ആൻഡ് എ കസ്റ്റമർ.
നമുക്ക് ആ ബാങ്കും ആർക്കാണോ തരുന്നത് അല്ലേ, അവരെ ഉപഭോക്താവല്ലേ, കസ്റ്റമർ എന്നാണ് പറയുന്നത്. ആ കസ്റ്റമറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് കുഞ്ഞുങ്ങളെ പാസ്ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ, അഡ്രസ്, നേച്ചർ ഓഫ് ദ അക്കൗണ്ട്, അക്കൗണ്ട് നമ്പർ, ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ ബാങ്ക് അല്ലേ. നമ്മുടെ ആ ബാങ്കും നമ്മളുമായിട്ട് തമ്മിലുള്ള എല്ലാ ഇതും, നമ്മളെവിടെ താമസിക്കുന്നു, നമ്മുടെ ഒരു മൊബൈൽ നമ്പർ, നമ്മളെവിടെ താമസിക്കുന്നു, എങ്ങനെ, അതൊക്കെ നമ്മുടെ അഡ്രസ്സ് അല്ലേ, നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേണം ഒരു പാസ്ബുക്കിന് അല്ലേ. ഇറ്റ് കണ്ടെയ്ൻസ് എന്തൊക്കെയാണ്? നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ, അഡ്രസ്സ്, നേച്ചർ ഓഫ് ദ അക്കൗണ്ട്, അക്കൗണ്ട് നമ്പർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ ബാങ്ക് കേട്ടോ. ഒരു പാസ്ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കും ഉപഭോക്താവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് പാസ്ബുക്ക്. ഉടമയുടെ പേര്, വിലാസം, അക്കൗണ്ടിന്റെ സ്വഭാവം, അക്കൗണ്ട് നമ്പർ, ബാങ്കിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉണ്ടാകും. പാസ്ബുക്കിലാണേ. ഓക്കെ, 19. 20ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട് ഫോർ സ്റ്റുഡൻസ്? നമുക്കൊരു കുട്ടികൾക്ക്, അപ്പം അതിനകത്തിൽ വേറെ വല്ലതും ഉണ്ടോ ഇനി പാസ്ബുക്ക്? അതിൻ്റെ തൊട്ടിപ്പുറത്തെ പേജ് നോക്കൂ നിങ്ങളെ, ബോക്സിനകത്തിലുണ്ട് വാട്ട് ആർ ദ ബെനിഫിറ്റ്. കണ്ടോ, ബെനിഫിറ്റ്സ് ഓഫ് എ ബാങ്ക് നമ്മൾ പ്രധാനപ്പെട്ടതാണ്. കാരണം ഓൾറെഡി നമ്മൾ ടെസ്റ്റിനകത്തിൽ ഇനി എന്തെങ്കിലും വായിക്കാനുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതായിട്ട് വല്ലതും എന്താണ് ബാങ്ക് അക്കൗണ്ടൊക്കെ നമ്മൾ വായിച്ചു. 10 വയസ്സിന്, ഇത് നിങ്ങളൊന്ന് അറിയണേ കുഞ്ഞുങ്ങളെ, 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഇനിവൺ എബോവ് ദ ഏജ് ഓഫ് 10 ക്യാൻ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് കേട്ടോ. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഇനി 10 വയസ്സിന് താഴെയാണെങ്കിലോ അവർക്ക് രക്ഷിതാവ് വേണം കേട്ടോ. രക്ഷിതാവിനോടൊപ്പം, അതായത് അവർക്കൊരു സംയുക്ത അക്കൗണ്ട് എന്ന് വെച്ചാൽ ജോയിന്റ് അക്കൗണ്ട് എന്ന് പറയും. നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും കൂടെ, അതിനെയാണ് സംയുക്ത അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാമെന്നാണ് പറയുന്നത്. നൗ ബാങ്ക് അക്കൗണ്ട് ക്യാൻ ആൾസോ ബി ഓപ്പൺഡ് ഓൺലൈൻ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്ട്, വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട്? സ്റ്റുഡൻസ് നോക്കിക്കേ എന്തൊക്കെയാണ്. ടു ഗെറ്റ് വേരിയസ് ഗ്രാൻഡ്, നമുക്ക് സ്കൂളുകളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഗ്രാൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ വിവിധ ഗ്രാൻഡുകൾ ലഭിക്കുന്നതിന് നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണം. ടു എൻകറേജ് സേവിങ് ഹാബിറ്റ്, നമുക്കിനി സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് നമുക്ക് നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ അല്ലേ നമ്മുടെ വീട്ടുകാരോ ആരെങ്കിലും നമുക്ക് പൈസ തരുവാണെങ്കിൽ എന്താണ്, നമുക്കത് ബാങ്കിൽ കൊണ്ടിട്ട് സേവ് ചെയ്യാം അല്ലേ. സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് ടു എൻകറേജ് സേവിങ് ഹാബിറ്റ്. പിന്നെ facilitate digital transactions including receiving allowance or making online payment. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട, ഞാൻ വലിയ കുട്ടികളുടെ കാര്യം, കൊച്ചു കുട്ടികൾ ഒരിക്കലും ഫോൺ എടുക്കുകയോ ബാങ്കിൽ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് അതിലെടുത്ത് കളിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ ആവശ്യമില്ലാത്ത ഏതെങ്കിലുമൊക്കെ ഞെക്കിക്കഴിഞ്ഞാൽ പാവം പിടിച്ച ഏതിൻ്റെയൊക്കെ അക്കൗണ്ടിൽ കിടക്കുന്ന എല്ലാം പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും കയറി ഒന്നും ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പം സ്കൂളുകളിൽ നിന്ന് ഗ്രാൻറ്റുകളൊക്കെ ഉണ്ട് അല്ലേ, അതല്ലെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ആനുകൂല്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ നമുക്ക് എന്തെങ്കിലും തരുവാണെങ്കിൽ അതിനൊക്കെ ആനുകൂല്യം വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത് കേട്ടോ. അലവൻസുകൾ സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റുകൾ നടത്തുന്നതിനോ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഇടപാടുകളൊക്കെ സുഗമമാക്കാൻ നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ട് ഉപയോഗപ്രദമാണ് കേട്ടോ. അപ്പോൾ ആ 3 എണ്ണം എഴുതിയിട്ടുള്ളൂ, ആ 3 എണ്ണവും പഠിക്കാം. ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ടുകളെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? തൊട്ട് താഴെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട്. നമുക്കിവിടെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഏതൊക്കെ ഉണ്ടെന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. 3 തരത്തിലുള്ള അക്കൗണ്ട് ഉണ്ട് കേട്ടോ. അക്കൗണ്ടുകളെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ഇൻഡിവിജ്വൽസ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഒരു വ്യക്തിഗത അക്കൗണ്ട് ആവും നിങ്ങൾ, വ്യക്തിഗത അക്കൗണ്ട്. ഓക്കെ, ആൻ അക്കൗണ്ട് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ഓൺലി ദാറ്റ് പേഴ്സൺസ് ക്യാൻ മേക്ക് ട്രാൻസാക്ഷൻസ് ത്രൂ ദാറ്റ് അക്കൗണ്ട്. ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടാണ് ഇൻഡിവിജ്വൽ അക്കൗണ്ട്. ഇപ്പോൾ ഒരാൾക്ക് മാത്രം ഞാൻ അക്കൗണ്ട് എടുക്കുമെങ്കിൽ എനിക്ക് മാത്രം, ഞാൻ അതിനകത്ത് വേറെ ആരുടെയും പേര് ചേർത്തിട്ടില്ല, എൻ്റെ പേര് മാത്രമേ വെച്ചിട്ടുള്ളൂ, അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ അക്കൗണ്ട് അല്ലെങ്കിൽ വ്യക്തിഗത അക്കൗണ്ട് എന്ന് പറയുന്നത്. ആൻ അക്കൗണ്ട് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ഓൺലി ദാറ്റ് ദ പേഴ്സൺ ക്യാൻ മേക്ക് ട്രാൻസാക്ഷൻസ് ത്രൂ ദാറ്റ് അക്കൗണ്ട്. ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടാണ്, ആ വ്യക്തിക്ക് മാത്രമേ ഈ അക്കൗണ്ടിലൂടെ ബാങ്കുകൾ ഇടപാടുകൾ നടത്താൻ കഴിയൂ. അതിന് പറയുന്ന പേരാണ് ഇൻഡിവിജ്വൽസ് അക്കൗണ്ട് അല്ലെങ്കിൽ വ്യക്തിഗത അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത 3 അക്കൗണ്ടാണ്. അടുത്ത 2ാമത്തെ അക്കൗണ്ടാണ് ജോയിന്റ് അക്കൗണ്ട്.
അപ്പം മറ്റേത് ഒരാളുടെ ഒരാളുടെ പേര് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് എന്തുമായിരിക്കും? സംയുക്ത അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പം മുമ്പ് നമ്മൾ പറയില്ലേ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി അല്ലേ, 10 വയസ്സിന് മുകളിലുള്ള ആരെയും നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടെ കൂട്ടുന്നു. അതായത് ജോയിന്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ബൈ 2 or more ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജോയിൻലി. 2 അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടാണ് സംയുക്ത അക്കൗണ്ട്. 2 അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടുകളാണ് സംയുക്ത അക്കൗണ്ട് അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ അക്കൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് അല്ലെങ്കിൽ സ്ഥാപന അക്കൗണ്ട്. ആൻ അക്കൗണ്ട് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓതറൈസ്ഡ് പേഴ്സൺസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പൺ ദ അക്കൗണ്ട് ആൻഡ് മേക്സ് ട്രാൻസാക്ഷൻ. ഒരു സ്ഥാപനത്തിന്റെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്. എന്തെങ്കിലും ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങിയ, അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പേരിൽ നമ്മൾ തുടങ്ങുന്ന അക്കൗണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് അല്ലെങ്കിൽ സ്ഥാപന അക്കൗണ്ട്. ഈ സ്ഥാപനത്തിലെ അതിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന അധികാരപ്പെട്ട ആരാന്ന് വെച്ചാൽ ആ വ്യക്തിയാണ് ഈ അക്കൗണ്ട് ആരംഭിക്കുന്നതും അതിലെ ഇടപാടുകളൊക്കെ നടത്തുന്നതും കേട്ടോ. അപ്പോൾ ഇത്രയും മതി കുഞ്ഞുങ്ങളെ ഈ പാർട്ടിൽ. ഇനി നമ്മൾ പഠിക്കുന്നത് നിക്ഷേപത്തെക്കുറിച്ചാണ് കേട്ടോ. അടുത്ത പാർട്ടിൽ നമ്മൾ നിക്ഷേപങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അത് പാർട്ട് 3-ലിടാം, ഡിപ്പോസിറ്റിനെ കുറിച്ച്. ഇപ്പം നമ്മൾ അക്കൗണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇത്രയും പഠിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വൃത്തിയായിട്ട് എഴുതിയെടുക്കുക കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണേ കുഞ്ഞുങ്ങളെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങളും കൂടെ അത് ചെയ്യണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടണേ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നോ, അതല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതോ കേട്ടോ. നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുന്നില്ല, അല്ലെ നല്ലപോലെ വായിക്കാൻ പറ്റുന്നുണ്ട്, നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്, എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് പറയാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.